ഇടുക്കിയിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. 8ാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു. ഇരുവർക്കും 14 വയസ്സാണ് പ്രായം. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 13 വയസ്സുകാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. തണ്ണിത്തോട് സ്വദേശി അഖിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കാണാതായിരുന്നു. അമ്മൂമ്മയുടെ പരാതിയിൽ പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി അഖിലിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കണ്ണൂരിൽ തലശ്ശേരിയിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 15 വയസ്സുകാരന് നേരെ പീഡന ശ്രമം. ആശുപത്രിയിൽ അറ്റൻഡറായ റമീസാണ് കുട്ടിയെ ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച റമീസിനെ പിടികൂടി. നമസ്കാരം. 11 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അധ്യാപകനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. വട്ടിയൂർ കാവ് സ്വദേശിയായ അരുൺ മോഹനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി ലാൽ, സെൻട്രൽ ബാപ്റ്റിസ്റ്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നുന്ന 2ാം വർഷ BA വിദ്യാർത്ഥിനിയാണ്. പോക്സോ ആക്ടിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടിക്കാലം അത് നിഷ്കളങ്കതയുടെയും വർണ്ണാഭമായ സ്വപ്നങ്ങളുടെയും കാലമാണ്. എന്നാൽ ഈ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ചില ക്രൂരതകൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ നീളുന്ന കൈകളെ തടയാൻ, അവർക്ക് സുരക്ഷിത കവചമൊരുക്കുവാൻ നമ്മുടെ നിയമവ്യവസ്ഥ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ശക്തമായ ഒരു ആയുധമാണ് പോക്സോ ആക്ട്. പോക്സോ നിയമത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചും അവ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സുരക്ഷയെക്കുറിച്ചും നമുക്ക് വിശദീകരിച്ചു നൽകുന്നത് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് മുഹമ്മദ് സിറാജാണ്. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിലൂടെ ഈ നിയമത്തിനെ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. പോക്സോ നിയമം രൂപീകരിക്കപ്പെട്ടതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ ഇതിന് പ്രാധാന്യം ഇങ്ങനെ വിലയിരുത്താം. പോക്സോ ആക്ട് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ശാരീരിക അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു നിയമമാണ്. 18 വയസ്സാകുക എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റാണ്. അതായത് ഒരു കുട്ടി ഒരു വ്യക്തിയാകുന്ന ടൈമാണ്. അതുവരെ നമ്മൾ കുട്ടിയായി കരുതിയിരുന്നയാൾ ഒരു വ്യക്തിയാകുന്ന, സിറ്റിസൺ ആകുന്ന അല്ലെങ്കിൽ ഒരു അഡൽട്ട് ആകുന്ന ഒരു ടൈമാണ് 18 വയസ്സാകുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ കുട്ടിക്ക് വേണ്ട ശാരീരികമായി അതുപോലെ തന്നെ മാനസികമായ ഉള്ള എല്ലാ കരുതലും സംരക്ഷണവും നൽകുക, ആരോഗ്യപരമായിട്ട് ഈ കുട്ടി ഒരു അഡൽട്ട് ആവുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും കുട്ടിയെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ ആക്ടിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയമം രൂപീകരിക്കുന്നത്. പോക്സോ കേസുകളുടെ നിയമ നടപടികൾ മറ്റ് ക്രിമിനൽ കേസുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണ്? അപ്പോൾ സാധാരണഗതിയിലെ ക്രിമിനൽ കേസുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ ഒരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളെ കുറ്റാരോപിതൻ എന്നാണ് വിളിക്കുക, ഒരിക്കലും കുറ്റവാളി എന്ന് വിളിക്കില്ല. സാധാരണഗതിയിൽ ഒരു കോടതി വിധി ഉണ്ടായാൽ മാത്രമാണ് അയാൾ കുറ്റം ചെയ്യുക അല്ലെങ്കിൽ കുറ്റവാളി എന്ന് നമ്മൾ പറയാറുള്ളത്. എന്നാൽ പോക്സോ കേസിൻ്റെ ട്രയൽ എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തന്നെ അയാൾ പ്രതി എന്ന രീതിയിലായിരിക്കും കോടതി ട്രയൽ നടത്തുക. അതേപോലെ തന്നെ അതിവേഗത്തിൽ ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ പോക്സോ ആക്ടിൽ ഉള്ളത്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിക്കുള്ള നിയമപരമായ പ്രാധാന്യവും അത് രേഖപ്പെടുത്തുമ്പോൾ പാലിക്കേണ്ട നിയമവ്യവസ്ഥകളും എന്തൊക്കെയാണ്? കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കേസ് തന്നെ മുന്നോട്ട് പോകുന്നത്. FIR എടുക്കുന്നത് മുതൽ ഈ കേസിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് കുട്ടിയുടെ മൊഴിയാണ്. ഒരു കുറ്റം നടന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് കുട്ടി എങ്ങനെ ഒരുപക്ഷെ ഓർമ്മയിൽ നിന്നും പറയുന്ന കാര്യങ്ങളായിരുന്നു, സ്ക്രാച്ച് ആയിരിക്കാം, പക്ഷെ അതാണെങ്കിൽ പോലും കുട്ടി പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടി മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് കേസ് ഇല്ലാതാവുന്നില്ല എങ്കിൽ പോലും ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത്, ഈ ക്രൈമിനെ കുറിച്ചുള്ള സോഴ്സ് എന്ന് പറയുന്നത് മൊഴിയാണ്. അപ്പോൾ മൊഴിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് എവിടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം, കുട്ടി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തി മൊഴിയെടുക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ മൊഴിയെടുക്കുന്ന സമയത്ത് പോലീസ് വന്നിപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമത്തിൻ്റെ രീതിയിലുള്ള യാതൊരു ആദാപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊന്നും പാടില്ല. കുട്ടിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ വനിതാ പോലീസിൻ്റെ സഹായത്തോടുകൂടി മാതാപിതാക്കൾ വേണമെന്നാണെങ്കിൽ മാതാപിതാക്കളുടെ സാമീപ്യം ഉറപ്പാക്കി മാത്രമേ ഇവരുടെ മൊഴി എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ കുട്ടിയെ പേടിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, സജഷൻസ് ചോദിച്ച് കുട്ടിയെ കൊണ്ട് മൊഴി പറയിക്കാതെ കുട്ടിയെ കൊണ്ട് നോർമലായിട്ട് കാര്യങ്ങൾ പറയിച്ച് കംഫർട്ടാക്കുന്ന രീതിയിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നതാണ്. പിന്നെ അത് കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുകയും വേണം. മറ്റുള്ള ആളുകൾ കേൾക്കുന്ന രീതിയിൽ മൊഴിയെടുക്കാതെ കുട്ടിക്ക് കംഫർട്ടാകുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ മൊഴിയാണ് പ്രാഥമികമായിട്ട് ഈ കേസ് ഉണ്ടാക്കിയിരിക്കുന്ന മൊഴിയിലാണ്. മൊഴി ബാക്കി സാക്ഷ്യമൊഴികളും അല്ലെങ്കിൽ തെളിവുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ്. പക്ഷെ പ്രൈമറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുട്ടിയുടെ മൊഴി തന്നെയാണ്. പോക്സോ കേസുകളിൽ ചൈൽഡ് ഫ്രണ്ട്ലി കോർട്ട് എന്ന ആശയം എന്താണ്? വിചാരണ പൂർത്തിയാക്കേണ്ട സമയപരിധി എത്രയാണ്?
ചൈൽഡ് ഫ്രണ്ട്ലി കോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള കോടതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകിച്ച് പോക്സോ കോടതികളിൽ സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ ഈ കോടതികളിൽ സാധാരണ സാക്ഷികളും അല്ലെങ്കിൽ പ്രതികളും പോലീസുകാരും അല്ലെങ്കിൽ എല്ലാ ആളുകളും ഇരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല കുട്ടി കേസ് വിളിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ചൈൽഡ് ഫ്രണ്ട്ലി അഥവാ വിക്ടിം ഫ്രണ്ട്ലി റൂമുകൾ എല്ലാ കോടതികളും അനുബന്ധിച്ചിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ പറഞ്ഞ വിക്ടിംസ് ഇരിക്കുക, കുട്ടികളെ ഇരിക്കുക. അവിടെ നിന്നും കേസ് വിളിക്കുന്ന സമയത്ത് ആവശ്യമായി വരുമ്പോൾ കോടതിയിലേക്ക് ഡയറക്റ്റ് കയറി വരിക. അങ്ങനെ കയറി വന്നാൽ പോലും മൊഴി പറയുന്ന അവസരത്തിൽ ഈ സാക്ഷി കൂടെ വിറ്റ്നസ് ബോക്സ് എന്ന് പറയുന്നത് കവർ ചെയ്ത തരത്തിലാണ്. ഇന്ത്യയിൽ കത്തനിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടീഷൻ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ വാദിയുടെയും പ്രതിയുടെയും അല്ലെങ്കിൽ പ്രോസിക്യൂട്ടറിൻ്റെയും പ്രതിയുടെ വക്കീലിനും പ്രതികൾക്കും മറ്റു പോലീസുകാർക്കും മറ്റു ആർക്കും ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഈ കുട്ടി ഇതിനകത്ത് നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കില്ല. ആകെ നമ്മുടെ ജഡ്ജിനെ മാത്രമേ ഇദ്ദേഹത്തെ ഈ കുട്ടിയെ വ്യക്തിനെ കാണാൻ സാധിക്കില്ല. അതാണ് അത്തരത്തിൽ കുട്ടിക്ക് ഒരു കോടതിയാണ് എന്ന തരത്തിലുള്ള പിരിമുറുക്കം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ കോടതികൾ പ്രവർത്തിക്കുന്നത്. 6 മാസം വരെയൊക്കെയാണ് സാധാരണയിൽ പറയുന്നത്. എങ്കിൽ പോലും സയന്റിഫിക് എവിഡൻസ് ഫോറൻസിക് തെളിവുകൾ ലാബിൽ നിന്നൊക്കെ കിട്ടാൻ റിപ്പോർട്ടുകൾ കിട്ടാൻ അത് വൈകുന്നതനുസരിച്ച് കേസുകൾ വൈകാറുണ്ട്. ഇപ്പോൾ 6 മാസത്തിൽ താഴെ സമയം. പോക്സോ കേസുകളിൽ പ്രതിക്ക് ലഭിക്കുന്ന നിയമ ജാമ്യം സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകളും എന്തൊക്കെയാണ്? എല്ലാ കേസിലെന്നും പോലെ പോക്സോ കേസിലും സാധാരണഗതിയിൽ ലഭിക്കുന്ന പരിഗണന തന്നെയാണ് ലഭിക്കുക. പക്ഷേ പെട്ടെന്ന് ജാമ്യം കൊടുക്കാറില്ല. എന്താണ് ചെയ്ത കുറ്റകൃത്യം എന്നത്, പിന്നെ എത്തരത്തിലാണ് ഈ പ്രതിയുമായി ഇയാളുടെ ബന്ധം എന്നുള്ളതുമൊക്കെ ജാമ്യം കൊടുക്കുന്നതിന് വലിയൊരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളോ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ ആ പരിസരത്തിലെ വില്ലേജിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്തിൽ പോലും പ്രവേശിക്കരുത് എന്ന തരത്തിലുള്ള വിലക്കുകൾ ജാമ്യം ഉപാധിയിലേക്ക് കൊടുക്കാറുണ്ട്. ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടുന്ന സംഗതിയല്ല. അതും ഈ ക്രൈമിൻ്റെ എത്രത്തോളം കാരണം കുട്ടിയാണ് വിക്ടിം എന്ന് പറയുന്നത്. കുട്ടിയെ ഉപദ്രവിക്കുന്ന ആളുടെ ഒരു മനോനില നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചതിന് ശേഷം സാധാരണഗതിയിൽ നിന്ന് കുറച്ചും കൂടെ സ്ട്രിക്റ്ററായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കും ജയിലിൽ കൊടുക്കാറുള്ളത്. പോക്സോ നിയമപ്രകാരം നിർബന്ധിത റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? സാധാരണ കേസുകളിൽ നിർബന്ധിത റിപ്പോർട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് കുട്ടികളാണ്, പെൺകുട്ടികളാണെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്താണ് ചെയ്യാറുള്ളത്, സമാധാനിപ്പിച്ച് ആരും അറിയേണ്ട നാട്ടുകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കേസുകൾ ഒതുക്കി തീർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായി, ആ കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപികയോട് പറഞ്ഞു അല്ലെങ്കിൽ പേരൻസിനോട് പറഞ്ഞു, അവർ അത് അവരോട് പറയാതെ പ്രശ്നമാക്കാതെ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാതെ ഒതുക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ കുട്ടി മുഖാന്തരം ഈ കേസ് പിന്നീട് അത് കേസാവുകയും പ്രശ്നമാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് സംഭവിക്കുന്നത് കുട്ടി ആരോടാണോ ആദ്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത് അയാളെ കൂട്ടുപ്രതിയാക്കി കേസെടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പറഞ്ഞ നിർബന്ധിത റിപ്പോർട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. പലപ്പോഴും ഈ കുറ്റകൃത്യം സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ആദ്യമായി ഒരുപക്ഷെ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആത്മസുഖം ലഭിച്ചിട്ടുണ്ടോ, ഒരു മനസ്സുഖം ലഭിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടിയെ ഉപദ്രവിച്ചു, കുട്ടി ബുദ്ധിമുട്ടുണ്ടായി, കുട്ടി റിപ്പോർട്ട് ചെയ്തു, അതായത് വീട്ടുകാരോടോ അല്ലെങ്കിൽ പറയേണ്ട ആളുകളോട് പറയും. അവർ ഒന്നും ചെയ്യുന്നില്ല എന്നതിനർത്ഥം ആ പ്രതി അല്ലെങ്കിൽ ആ കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടുന്നില്ല, മറ്റാളുടെ മുന്നിൽ അറിയപ്പെടുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ പ്രതി എന്താണ് ചിന്തിക്കുക, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ് ആ പ്രതിയുടെ ചിന്ത. അപ്പോൾ ഇതിനേക്കാളും ക്രൂരമായിട്ട് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന ആൾ എന്ന തരത്തിലേക്ക് ഈ നമ്മൾ ഇൻഫർമേഷൻ അറിഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യാത്തടത്തോളം അയാളെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് അവരെ കൂട്ടുപ്രതിയാക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അതാണ് നിർബന്ധിത റിപ്പോർട്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പോക്സോ കേസുകളെ ശിക്ഷ നിർണ്ണയിക്കുമ്പോൾ കോടതി പരിഗണിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോടതി വിവിധ തരത്തിൽ വിവിധ കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതിയും ഈ കുട്ടിയുമായിട്ടുള്ള ബന്ധം ഇത്തരത്തിലാണ്. കുട്ടിയെ സംരക്ഷിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ബന്ധുക്കളാണ്, റിലേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സാണ്, അത് അപരിചിതനായ ഒരാളാണ്. അതേപോലെ തന്നെ കുട്ടിയുടെ പ്രായം 16-17 വയസ്സുള്ള ആളാണോ, അതോ 12 വയസ്സിന് താഴെയുള്ള ആളാണോ, അല്ലെങ്കിൽ 16 വയസ്സിന് അങ്ങനെ പ്രായം, അതുപോലെ തന്നെ ജെൻഡർ, ഉപദ്രവിക്കുന്ന ആളുടെ ഈ കുട്ടിയുടെ ജെൻഡർ, ഇവയെല്ലാം കൺസിഡർ ചെയ്യാറുണ്ട്. കുട്ടിക്ക് എത്രത്തോളം അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് എത്രത്തോളം മുറിവാണ് ഉണ്ടായത്. ഒരു മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ പോക്സോ ക്രൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കോടതി ശിക്ഷ. തെറ്റായ പോക്സോ കേസുകളെ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മാതാപിതാക്കൾ, അധ്യാപകർ, നിയമവ്യവസ്ഥകൾ എന്നിവർ എടുക്കേണ്ട നടപടികളും നിർദ്ദേശിക്കുന്ന മെച്ചപ്പെടുത്തലുകളും എന്തൊക്കെയാണ്?
തെറ്റായ പോക്സോ കേസുകളെ കുറിച്ച് നോക്കുമ്പോൾ നിലവിൽ നമ്മുടെ പോക്സോ ആക്ട് അനുസരിച്ച് ഒരു കുട്ടി കള്ളമൊഴി പറയുകയാണെങ്കിൽ, കള്ളസാക്ഷി പറയുകയാണെങ്കിൽ കുട്ടികൾക്കെതിരെ കേസെടുക്കാറില്ല. എന്നാൽ ആ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുണ്ടാവും, അവർക്കെതിരെ നിലവിൽ കേസെടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അയൽവക്കക്കാർ തമ്മിലുള്ള വ്യക്തി വിദ്വേഷങ്ങൾ, അല്ലെങ്കിൽ ശത്രുതയൊക്കെ കുട്ടികളുടെ മേലെ അവരെ പഠിപ്പിച്ച് ട്യൂട്ടർ ചെയ്ത് ക്രിമിനൽ കേസിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ യഥാർത്ഥ പിന്നിലുള്ള കാര്യമെന്ന് മനസ്സിലാക്കി ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കാറുണ്ട്. അതേസമയം കുട്ടിയെ അതിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പിന്നെ മാതാപിതാക്കളും ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരിട്ട് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണെങ്കിൽ നിരവധി പോക്സോ കേസുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരാളുടെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ ഏത് പരിധി വരെ ഓരോ ബന്ധത്തിനെ വിടാം, അല്ലെങ്കിൽ ഒരാൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ കുട്ടിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ, അതായത് ഒന്നുകിൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോട് അത് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടിക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ആവുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും പ്രൈവസി ലഭിക്കുന്ന തരത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അതേപോലെ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്, ഇതിനകത്ത് ശിക്ഷകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സംഭവിച്ച ഒരുപക്ഷെ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ മറ്റൊരാൾക്ക് നിങ്ങളുടെ സൈലൻസ് മൂലം മറ്റൊരാൾക്ക് സംഭവിക്കാൻ പോകുന്ന ഇതിന് മാരകമായിട്ടൊരു കാര്യമായിരിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൃത്യമായ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് കുട്ടികളെ കൂടുതൽ സുരക്ഷിതരാക്കാൻ കഴിയുക. ഈ നിയമസംവാദത്തിലൂടെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഒന്നു മാത്രമാണ്: പോക്സോ നിയമമെന്നത് വെറും ഒരു നിയമസംഹിതയല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ശക്തമായൊരു കവചമാണ്. ചൂഷണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഈ നിയമവശങ്ങൾ നമ്മുടെ കുട്ടികളെ ഭയരഹിതരാക്കാൻ സഹായിക്കുന്നു. സമൂഹത്തിൻ്റെ ജാഗ്രതയാണ് ഏതൊരു നിയമത്തെക്കാളും വലിയ സംരക്ഷണം. കുറ്റകൃത്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നീതിക്കായി ശബ്ദമുയർത്താൻ നാം മടിക്കരുത്. നിങ്ങളുടെ ഒരു നിമിഷത്തെ ഇടപെടൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ഒരുമിച്ച് നിൽക്കാം സുരക്ഷിതമായ ഒരു നാളേക്കായി.